ഹലോ, ചേട്ടൻ വരില്ല ഈ ഓണത്തിന്? എങ്ങനെയെങ്കിലും വരാൻ നോക്ക് പ്ലീസ്. മീറ്റിങ്ങും ഷൂട്ടിങ്ങും എല്ലാം ആയിട്ട് വരാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല. ഞാൻ നോക്കട്ടെ, പക്ഷെ മിക്കവാറും വരാൻ പറ്റുണ്ടാവില്ല. ഞാൻ ഇവിടെ പായസൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഫോട്ടോ അയക്കാം കേട്ടോ. ചേട്ടന് പായസൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമോ നോക്കണേ. വിഷമിക്കണ്ട, താൻ എന്തായാലും അവിടെ വൈബ് ചെയ്യേ, ഞാൻ ആ വൈബ് ഇവിടെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ശരി ശരി. തിരക്കേറിയ കുറേ ആഴ്ചകൾക്ക് ശേഷം ഒരു ചെറിയ കള്ളൊക്കെ പറഞ്ഞിട്ട് ഓണത്തിന് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതെൻ്റെ വീടാണ്. ചില തുണകൾ പറയുന്നത് നല്ലതല്ലേ? ആണോ? എന്നല്ലേ അകത്ത് ഒരുപാട് പണിയുണ്ട്, എന്നെ ഹെൽപ്പ്. അയ്യോ, അല്ല, അപ്പൊ ഇവിടുന്ന് സംസാരിച്ചേ? ആ കാർന്ന്. അയ്യോ, മറയൂർ ശർക്കര മറന്നുപോയി. അതെങ്ങനെ മറന്നുപോയി? ആ അമ്പലത്തിന്റെ അടുത്തുള്ള കടയില്ലേ, അവിടെ അത് കിട്ടുള്ളൂ. ആ ശർക്കര ഇല്ലെങ്കിൽ പായസം ശരിയാവില്ല. ഓക്കെ ബോസ്, തൻ്റെ ഓണം എൻ്റെ മിഷൻ. എല്ലാ വർഷവും ഓണാഘോഷം അടിപൊളിയാക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടാവും. ഇപ്രാവശ്യം ആ ഇൻഗ്രീഡിയൻ്റ് കണ്ടെത്താനുള്ള സമയമായി. ചിലപ്പോഴൊക്കെ ഈ ചായക്കട ബ്രേക്ക് വെറൊരു ബ്രേക്ക് മാത്രമല്ല, അത് ഈ കഥയുടെ ഒരു ഭാഗമാണ്. ഒരു സ്വീറ്റ് മിഷന് മുമ്പുള്ള ചെറിയൊരു ഇടവേള. ഈ നഗരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അത് അതിൻ്റെ ഏറ്റവും ശാന്തമായ മുക്കിലും മൂലയിലൊക്കെ ഒരുപാട് നിധികൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ നമ്മുടെ റൂട്ട്സിലേക്ക് അടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഓണത്തിന് പ്രഥമന്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. ഒരു മധുരമുള്ള ഇൻഗ്രീഡിയൻറ്റ്, 1000 ഓർമ്മകൾ. ഇതാണ് ഓണത്തിൻ്റെ രുചി.
ഈ ഓണം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നില്ല. തിരിച്ചുള്ള ആ യാത്രയും കഥകളും പിന്നെ അതിനേറെ സ്പെഷ്യലാക്കിയ കുറേ സന്തോഷങ്ങളും.